സ്ക്രിപ്റ്റുകൾ എപ്പോഴും സിനിമയിലും നാടകത്തിലും മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ കളിക്കളത്തും വന്ന നിമിഷം 2009 ചാമ്പ്യൻസ് ലീഗ് സെമി ചെൽസി വേഴ്സസ് ബാഴ്സലോണയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ കവർച്ച. ചെൽസിക്ക് വേണ്ടി അണിനിരുന്നത് ഗോൾ കീപ്പറായി പീറ്റർ ചെക്ക്, കോൾ, ടെറി, ബെസിംഗ്വ, എസ്സിൻ, ബെല്ലാഗ്, ലംബാർഡ്, മലൂഡ, അനൽക്ക, സ്ട്രൈക്കറായി ചെൽസിയുടെ എക്കാലത്തെ മികച്ച ഫോർവേഡ് ഡ്രോഗ്ബ. അതേസമയം അപ്പുറത്ത് ബാഴ്സലോണയ്ക്ക് വേണ്ടി അണിനിരുന്നത് ഗോൾ കീപ്പറായി വാൾഡസ്, അബിഡൽ, ആൽവസ്, PQ, ടോറയായ കെയ്റ്റ, സെർജിയോ, സാവി, ഇനിയസ്റ്റ, മെസ്സി, എറ്റോസ് എന്നീ ലെജൻഡ്സ് അണിനിരക്കുന്ന ടീം. ഫസ്റ്റ് ലെഗിൽ ഇരു കൂട്ടർക്കും ഒരു ഗോൾ പോലും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. സെക്കൻഡ് ലെഗിൽ ഇരു കൂട്ടരും തയ്യാറെടുക്കുകയായിരുന്നു. കളിയുടെ 14-ാം മിനിറ്റിൽ ചെൽസി താരം എസിന്റെ ഒരു വെടിയുണ്ട ഗോൾ വലയിലേക്ക് ഉതിർത്തു. ചെൽസി ഫാൻസ് ആവേശത്തിലായി. എന്നാൽ യഥാർത്ഥ കളി മുൻകൂട്ടി എഴുതിക്കുറിച്ച് ഒരാൾ അവിടെ എത്തിയിരുന്നു. ആ കളിയുടെ റഫറി ടോം ഹെന്നിങ്. പിന്നീട് നടന്നത് നാടകീയ രംഗങ്ങൾ. 4 പെനാൽറ്റികളാണ് അന്ന് ചെൽസിക്ക് അനുവദിച്ച് കൊടുക്കാതിരുന്നത്. ബാഴ്സയുടെ ഡാനി ആൽവസ് ചെൽസി താരം മാലുഡയെ പെനാൽറ്റി ബോക്സിൽ നിന്ന് തള്ളിയിടുന്നു. റഫറി അത് മൈൻഡ് ചെയ്യാതെ കളി മുന്നോട്ട് പോകാൻ പറയുന്നു. രണ്ടാം തവണ 31-ാം മിനിറ്റിൽ ചെൽസിയുടെ ടാർഗറ്റ് മാൻ ഡ്രോഗ്ബയെ പെനാൽറ്റി ബോക്സിൽ നിന്നും വലിച്ചു താഴേക്കിടുന്നു. പിന്നീട് കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. റഫറി അതും കണക്കാക്കാതെ മുന്നോട്ടെന്ന് പറഞ്ഞു. ചെൽസി ആരാധകർ അലറി വിളിച്ചു. പിന്നീട് ഹെൻറി ഉൾപ്പെടെ 2 താരങ്ങളെ ഇരു ടൈമിലും ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാലും റഫറിക്ക് ഒരേ തീരുമാനം, നോ ഫൗൾ. കളിയുടെ 81-ാം മിനിറ്റിലേക്ക് കടക്കുമ്പോൾ PQവിന്റെ ഹാൻഡ് ബോൾ വരുന്നു. അതും നോ ഫൗൾ എന്ന് പറഞ്ഞപ്പോൾ കളിയുടെ ഏകദേശ രൂപം മാനേജ്മെന്റിന് അടക്കം മനസ്സിലായി. അതിനുശേഷം ഇനിയസ്റ്റയുടെ 92-ാം മിനിറ്റിലെ ഗോൾ കളി 1-1 സമനില കൈവരിച്ചു. പിന്നീട് കളിയുടെ 95-ാം മിനിറ്റിൽ വീണ്ടും ഹാൻഡ് ബോൾ. പെനാൽറ്റി ബോക്സിൽ നിന്നും ബെല്ലാക്ക് അടിച്ച ഷോട്ട് കൈകൊണ്ട് തടുത്ത് ബാർസലോണ ഡിഫൻഡർ. ബെല്ലാക്ക് ഉൾപ്പെടെ ചെൽസി പ്ലേയേഴ്സിനെ അലറി വിളിച്ചുകൊണ്ട് റഫറിക്ക് നേരെ ഉതിർത്തു വന്നു. ഫൈനൽ വിസിൽ മുഴങ്ങി. സമനിലയിൽ കളി അവസാനിച്ചെങ്കിലും എവേ മാർസ് ഗോൾ ബാഴ്സയെ ഫൈനലിലേക്ക് നയിച്ചു എന്ന രീതിയിൽ തീരുമാനവുമെത്തി. ഡ്രോഗ്ബ ദിസ് ഈസ് ഫക്കിംഗ് ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞു. സ്റ്റേഡിയത്തിൽ നിന്നും മാനേജ്മെന്റ് ഡ്രോഗ്ബയെ വലിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ആ മാച്ചിലെ റഫറി ടോം ഹെന്നിങ് ഒവറാബോയെ വേസ്റ്റ് റഫറി എന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ആ മാച്ചിന് ശേഷം അയാളെ എല്ലാ മാച്ചിൽ നിന്നും ബാൻ ചെയ്തു. ഫിഫ വേൾഡ് കപ്പ് 2010-ൽ ഉൾപ്പെടേണ്ട ആളായിരുന്നു ടോം. എന്നാൽ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അയാൾക്ക് വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. 2013-ൽ ടോം റിട്ടയർ ചെയ്തു. പിന്നീട് 10 വർഷങ്ങൾക്ക് ഇപ്പുറം ടോം ഒരു ഇന്റർവ്യൂവിൽ തന്റെ തെറ്റ് സമ്മതിക്കുകയും അന്ന് VAR ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്നും അഭിപ്രായപ്പെട്ടു. 2009 സെമി ഫൈനൽ എന്ന് സെർച്ച് ചെയ്താൽ കളി നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഈ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക. ശരിക്കും ബാഴ്സ ഈ കളിയിൽ വിൻ ചെയ്യാൻ ഡിസർവിംഗ് ആയിരുന്നു? നിങ്ങളുടെ അഭിപ്രായം പറയൂ.